പഴയങ്ങാടിയിൽ കോൺഗ്രസ് പ്രവർത്തകർ തമ്മിൽ സംഘർഷം. കെ രാഘവൻ പിയെ അനുകൂലിച്ച് കോൺഗ്രസിലെ ഒരു വിഭാഗം പ്രകടനം നടത്താൻ ഒരുങ്ങിയതാണ് സംഘർഷത്തിൽ കലാശിച്ചത്. പഴയങ്ങാടിൽ നിന്ന് വിവരങ്ങളുമായി തത്സമയം ഷാരിമ ചേരുന്നുണ്ട്. ഷാരിമ, മാടായി കോളേജിലെ ഈ നിയമന വിവാദം ആളിക്കത്തുകയാണ്. കോൺഗ്രസിൽ കെ രാഘവൻ പിയെ അനുകൂലിക്കുന്നവരും എതിർക്കുന്നവരും തമ്മിൽ തെരുവിൽ പരസ്പരം ഏറ്റുമുട്ടുന്ന നിലയിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുന്നു. നിലവിൽ എന്താണ് അവസ്ഥ പഴയങ്ങാടിൽ? അർജുൻ പറഞ്ഞതുപോലെ തന്നെ ഈ ഒരു പ്രതിഷേധം തെരുവിൽ ഏറ്റുമുട്ടുന്ന രീതിയിലേക്ക് കോൺഗ്രസ് പ്രവർത്തകർ പോയിരിക്കുകയാണ്. വൈകുന്നേരത്തോടെയാണ് കെ രാഘവൻ പിയെ അനുകൂലിക്കുന്ന ഒരു വിഭാഗം പ്രകടനവുമായി വന്നത്. പ്രകടനത്തെ ഒരുങ്ങിയത്. അതേസമയം തന്നെ കെ രാഘവൻ പിയെ പ്രതികൂലിക്കുന്ന വിഭാഗവും ഇവിടെ എത്തുകയായിരുന്നു. തുടർന്ന് ഇവർ തമ്മിൽ വാക്കേറ്റം ഉണ്ടാവുകയായിരുന്നു. ഒരു തരത്തിലും ഈ ഒരു പ്രകടനം നടത്താൻ അനുവദിക്കില്ല എന്ന് പറഞ്ഞാണ് ഈ ഒരു മറ്റ് ഇരു വിഭാഗവും തമ്മിൽ ഏറ്റുമുട്ടൽ ഉണ്ടായത്. സംഘർഷത്തിലേക്ക് പോകുന്ന ഒരു സാഹചര്യം വരെ ഉണ്ടായി. അതിനുശേഷം പോലീസ് ഇടപെട്ടാണ് ഈ ഒരു സംഘർഷാവസ്ഥ നിയന്ത്രിക്കാൻ ശ്രമം നടത്തിയത്. നിലവിൽ ഇപ്പോഴും സംഘർഷാവസ്ഥ നിലനിൽക്കുകയാണ്. ഈ ഒരു പോലീസ് എത്തിയതിനു ശേഷവും എന്തായാലും തന്നെ ഈ ഒരു പ്രകടനം നടത്തുമെന്നൊരു തീരുമാനത്തിൽ തന്നെയാണ് ഈ അനുകൂലിക്കുന്ന വിഭാഗമുള്ളത്. അവരിവിടെ തന്നെ ഉറപ്പിച്ചിട്ടുണ്ട്. തുടർന്ന് ഇവർ ഇപ്പോൾ ഇവിടെ പ്രകടനം നടത്തുമെന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. നമുക്കറിയാം, ഈ ഒരു മാടായി കോളേജ് വിവാദം ആളിക്കത്തുകയാണ്. കഴിഞ്ഞ ദിവസമാണ് ഓഫീസ് അറ്റൻഡറായുള്ള 3 തസ്തികയിലേക്കും അതുപോലെ തന്നെ കമ്പ്യൂട്ടർ അസിസ്റ്റന്റായുള്ള 1 തസ്തികയിലേക്കുമുള്ള അനധ്യാപക നിയമനം മാടായി കോളേജിലേക്ക് നടന്നത്. അതേസമയം തന്നെ ഈ പയ്യന്നൂർ കോപ്പറേറ്റീവ് സൊസൈറ്റിക്ക് കീഴിലാണ് മാടായി കോളേജിന്റെ പ്രവർത്തനം. അപ്പോ ഈ കോഴ വാങ്ങി ഡിവൈഎഫ്ഐ പ്രവർത്തകർക്ക് ഈ കോപ്പറേറ്റീവ് സൊസൈറ്റിയുടെ ചെയർമാൻ കൂടിയായ മാടായി കോളേജ് ചെയർമാൻ കൂടിയായിട്ടുള്ള കെ രാഘവൻ പി നിയമനം നൽകുന്നെന്ന് ആരോപിച്ചാണ് അന്ന് പ്രവർത്തകർ പ്രതിഷേധവുമായി രംഗത്ത് വന്നത്. പിയെ തടയുന്ന ഒരു സാഹചര്യം കൂടി അന്ന് ഉണ്ടായിരുന്നു. തുടർന്ന് 4 കോൺഗ്രസ് പ്രവർത്തകരെ അന്ന് DCC ഇടപെട്ട് പുറത്താക്കുന്ന ഒരു നടപടിയിലേക്ക് പോയിരുന്നു. അതിനുശേഷമാണ് പ്രതിഷേധം കൂടുതൽ ശക്തമായതിനെ തുടർന്ന് കുഞ്ഞിമംഗലം ഇന്ദിരാഭവനിൽ വെച്ച് ചർച്ച നടന്നിരുന്നു. രജിത് നാരായണന്റെ നേതൃത്വത്തിൽ അന്ന് ചർച്ച നടന്നതിൽ വെച്ച് ഈ ഒരു കോളേജിലെ നിയമനം നിർത്തിവെക്കാനും അതുപോലെ തന്നെ ഈ പുറത്താക്കിയിട്ടുണ്ടായിരുന്ന പ്രവർത്തകരെ നേതാക്കളെ തിരിച്ചെടുക്കുമെന്നുള്ള ഒരു ചർച്ചയിലേക്കും തീരുമാനത്തിലേക്കും അന്ന് പോയിരുന്നെങ്കിലും പിന്നീട് ആ തീരുമാനം നടന്നിരുന്നില്ല. തുടർന്ന് വീണ്ടും പ്രതിഷേധവുമായി പ്രവർത്തകർ രംഗത്ത് വരുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. വീട്ടിലേക്ക് കെ രാഘവൻ പിയുടെ വീട്ടിലേക്ക് മാർച്ച് നടത്തുകയും അതുപോലെ തന്നെ കഴിഞ്ഞ ദിവസങ്ങളിൽ പഴയങ്ങാടിയിലും കെ രാഘവൻ പിയുടെ കോലം കത്തിക്കുന്ന പ്രതിഷേധത്തിലേക്കും അതുപോലെയൊക്കെ നടന്നിരുന്നു. ഇന്നും പയ്യന്നൂരിൽ പ്രതിഷേധങ്ങൾ ഉണ്ടായിരുന്നു. പയ്യന്നൂരിൽ ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റിന് നേരെ കയ്യേറ്റ ശ്രമം ഉണ്ടായിരുന്നു. ആ ഒരു തരത്തിലേക്ക് പ്രതിഷേധം പോകുന്ന ഒരു സാഹചര്യം ആണ് നിലവിൽ ഉണ്ടായിരുന്നത്. അതോടൊപ്പം തന്നെ ഈ ഒരു അതിനുശേഷം മാടായി കോളേജിലെ നിയമനം നടന്നു. അതായത് ഈ നേരത്തെ ഇവർ പ്രതിഷേധിച്ചത് ഡിവൈഎഫ്ഐ പ്രവർത്തകരെ ഈ കോളേജിൽ കോഴ വാങ്ങി നിയമിക്കുമെന്ന് ആരോപിച്ചായിരുന്നു. അതിനുശേഷം ഈ പട്ടികയിൽ ഉൾപ്പെട്ടിരുന്ന യൂത്ത് കോൺഗ്രസ് പയ്യന്നൂർ മണ്ഡലം പ്രസിഡന്റ് ഭരതി പൊതുവാൾ ഒഴികെയുള്ള മറ്റുള്ളവരെ തഴഞ്ഞതിലുള്ള അമർഷം ജില്ലാ ഘടകത്തിലും ഉണ്ടായിരുന്നു. അതിനുശേഷമാണ് ഈ പ്രതിഷേധം കടുക്കുന്നുണ്ടായിരുന്നത്. ഇപ്പൊ നിലവിൽ ഇപ്പോഴും ഇവിടെ ഒരു പ്രതിഷേധം ശക്തമാവുന്ന ഒരു സാഹചര്യമാണ്. പോലീസ് എത്തിയിട്ടും ഈ പ്രവർത്തകർ പിരിഞ്ഞു പോകുന്നില്ല. ആ രീതിയിലേക്ക് അനുകൂലിക്കുന്ന ഈ ഒരു വിഭാഗം ആളുകൾ പ്രകടനം നടത്താതെ തിരിച്ചു പോകില്ലെന്നുള്ള കാര്യമാണ് ഈ പ്രവർത്തകർ പറയുന്നത്. എന്നാൽ അതേസമയം തന്നെ ഇവരെ തടയും, ഈ ഒരു പ്രകടനം നടത്താൻ അനുവദിക്കില്ല. ഈ ഒരു നമ്മുടെ ഈ പ്രവർത്തകരുടെ ആവശ്യം അല്ലെങ്കിൽ ഈ ഒരു പ്രവർത്തനം ഈ ഒരു കെ രാഘവൻ പിക്കെതിരെയുള്ള ആരോപണം അതേ രീതിയിൽ തന്നെ തുടരുകയാണ് ഒരു വിഭാഗം പ്രവർത്തകർ. അതിനാൽ തന്നെ ഈ ഒരു പ്രതിഷേധം പ്രകടനം നടത്താൻ ഈ അനുകൂലിക്കുന്ന വിഭാഗത്തെ അനുവദിക്കില്ല
എന്നാണ് മറുവിഭാഗം ആളുകൾ പറയുന്നത്. അതിനാൽ തന്നെ നിലവിൽ പോലീസ് എത്തിയിട്ടും പഴയങ്ങാടിയിൽ ഒരു സംഘർഷാവസ്ഥ നിലനിൽക്കുന്നുണ്ട്. ആ ഒരു സാഹചര്യത്തിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. പ്രതിഷേധം കടുപ്പിക്കാൻ തന്നെയാണ് ഒരു വിഭാഗം ആളുകളുടെ തീരുമാനം. എന്നാൽ തന്നെ അനുകൂലിക്കുന്ന മറുവിഭാഗവും രംഗത്ത് വരുന്നുണ്ട്. അർജുൻ.